Hi friends, welcome to my new video. ഇന്ന് നമ്മൾ മൾഡിയൂസിലത്തെ ആർട്ടിഫിഷ്യൽ ബീച്ചിലാണ് പോകുന്നത്. പീഡിയൻ പാർക്കിൽ നമ്മൾ 2 കിലോമീറ്ററിൽ പോയാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ബീച്ചിൽ എത്തും. അതുകൊണ്ട് നമുക്ക് പോയാലോ? ആർട്ടിഫിഷ്യൽ ബീച്ചിലേക്ക് നമ്മൾ നടന്നാണ് പോകുന്നത്. പീഡിയൻ പാർക്കിൻ്റെ അടുത്തുള്ള പോലീസിൻ്റെ ഓഫീസാണിത്. നമ്മൾ ബീച്ചിനോട് ചേർന്ന് നടന്നാണ് പോകുന്നത്. നടന്ന് പോകുമ്പോൾ കടയിൽ കുറേ ഷിപ്പുകളുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുണ്ട്, പ്രസിഡന്റിന്റെ ബോട്ടുകളുമുണ്ട്. ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നത്. പിന്നെ ആംബുലൻസ് ഉണ്ട്, വാട്ടർ ആംബുലൻസ്. മാൽഡീവ്സിലത്തെ പ്രസിഡന്റിന്റെ ഓഫീസാണ് നമ്മൾ റൈറ്റ് കാണുന്നത്. ഈ ഗേറ്റിനകത്ത് നിറയെ ആർമിക്കാരനുണ്ട്. പോണ വഴിക്ക് നമ്മൾ ചായ കുടിച്ചു. പക്ഷെ ഞാൻ ബർഗറാ കഴിച്ചേ. ഇതാണ് ഇവിടത്തെ തട്ടിക്കട. ഇവിടത്തെ ചായക്ക് 10 രൂപയാണ്. ഇത് ഇന്ത്യയുടെ 50 രൂപയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടത്തെ ഒരു മുസ്ലിം പള്ളിയാണ്. ഇതിന്റെ പേര് ലോട്ടസ് മോസ്ക് എന്നാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ ഇന്നലെ കയറിയതാണല്ലോ. റോഡിന്റെ ഈ സൈഡിൽ കിടക്കുന്നതൊക്കെ ടാക്സിക്കാരാണ്. ടാക്സിക്കാരന്റെ മുകളിൽ ഗ്രീൻ ലൈറ്റ് കണ്ടാലേ നമുക്ക് അതിന് വിളിക്കാം. അവിടെ പാസഞ്ചേഴ്സ് ഇല്ല. പക്ഷെ റെഡ് ലൈറ്റ് ആയാൽ അവിടെ പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെ വിളിക്കാൻ പറ്റില്ല. പൂവന വഴിയിൽ നമ്മൾ കണ്ട ഫുട്ബോൾ ടർഫാണിത്. നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ഒക്കെ കമന്റ് ചെയ്യേ. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ റൊണാൾഡോ ആണ്. സൂയി. ഈ ടർഫിന്റെ സൈഡില് വലിയ ഗ്രൗണ്ട് ആണ്. ഈ ഗ്രൗണ്ടിന്റെ മറ്റേ അറ്റത്താണ് ആർട്ടിഫിഷ്യൽ ബീച്ച്. നോക്കങ്ങനെ വേഗം പോവാം. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ബീച്ചിൽ എത്തി. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ എക്സസൈസ് ചെയ്യാനുണ്ട്. കുറെ ആൾക്കാർ സ്വിം ചെയ്യാനുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ എക്സസൈസും സ്വിം ചെയ്യാൻ പറയുന്നുണ്ടോ? ഞാൻ ഇന്ന് കുറച്ച് നേരം കടയിൽ കളിക്കട്ടെ. നിങ്ങളൊക്കെ കളിക്കാൻ പറയുന്നുണ്ടോ എൻ്റെ കൂടെ? അപ്പത്തെ ലൈറ്റ് നമ്മൾ കാണുന്നത് ചൈന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ബീച്ച് എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കുറച്ച് സ്ഥലം അവർ കുഴിയായിട്ട് എടുത്ത്, അതായത് കരയിൽ നിന്ന് സ്ലോപ്പ് ചെയ്ത് കടലിലേക്ക് ഇറക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ കടലിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്നാൽ കടലിൽ നിന്നുള്ള മറ്റ് ജീവികൾക്ക് വരാതിരിക്കാൻ കല്ലുകൊണ്ട് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇവിടെ കിടക്കും. എന്നിട്ട് കാറ്റത്ത് തിരമാലയൊക്കെ വരുന്ന അതേ ഫീലുണ്ട്. ശരിക്കും കടലിൻ്റെ ഒരു ബീച്ചിൽ കിടക്കുന്ന അതേ ഫീലിങ്സ് തന്നെ നമുക്ക് ഇവിടെ കിടന്നാലും കിട്ടും. എന്നാൽ ഒത്തിരി സേഫും സെക്യൂർഡാണ്. ഇതിൻ്റെ പരമാവധി ആഴം എന്ന് പറയുന്നത് 6 അടിയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സ്ത്രീകൾക്കൊക്കെ ഒരു പേടിയില്ലാതെ ഇവിടെ സുഖമായിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ബാക്കിയ പാർക്കുണ്ട്. അവിടെ കുറെ ആളൊക്കെ സ്കേറ്റിംഗ് ചെയ്യാനുണ്ട്. പിന്നെ ആളുകൾ ജോഗിങ് ചെയ്യാനുണ്ട്. കുറെ നേരം സ്വിം ചെയ്തപ്പോൾ ഞാൻ ഹംഗ്രി ആയി. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഫുഡ് കോർട്ടിൽ പോവും. ഇവിടെ ഹോട്ട് ഡോഗ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, നീരായി ഉണ്ടായിരുന്നു, പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു. കോട്ടൺ ക്യാൻഡിയും ചെമ്മീനും ചായയും ജ്യൂസും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഐസ്ക്രീം വാങ്ങിച്ചു. നിങ്ങൾക്കൊക്കെ ആൾക്കാരെങ്കിൽ ഐസ്ക്രീം വേണോ?
പിന്നെ നമ്മള് നീരാളി ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഹോട്ട്ഡോഗും വാങ്ങിച്ചു. നീരാളി ഫ്രൈ സൂപ്പർ ആണ്. നിങ്ങൾ